16-ാം ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏത്? എ. സൾഫർ, ബി. ഫ്ലൂറിൻ, സി. ഓക്സിജൻ, ഡി. ക്ലോറിൻ. 16-ാം ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏത്? ഉത്തരം സി. ഓക്സിജൻ. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? എ. 4, ബി. 10, സി. 12, ഡി. 8. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം ഡി. 8. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? എ. ക്ലോറിൻ, ബി. ഹൈഡ്രജൻ, സി. ഓക്സിജൻ, ഡി. കാർബൺ. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? ഉത്തരം ബി. ഹൈഡ്രജൻ. ജിം കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? എ. വരയാട്, ബി. മാൻ, സി. സിംഹം, ഡി. കടുവ. ജിം കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഉത്തരം ഡി. കടുവ. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആര്? എ. എം. ടി. വാസുദേവൻ നായർ, ബി. പ്രിയദർശൻ, സി. ചെറിയാൻ കൽപ്പകവാടി, ഡി. തമ്പി കണ്ണാന്തനം. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആര്? ഉത്തരം എ. എം. ടി. വാസുദേവൻ നായർ. ലോക ഹീമോഫീലിയ ദിനം എന്ന്? എ. ഏപ്രിൽ 17, ബി. മാർച്ച് 17, സി. മെയ് 17, ഡി. ജൂൺ 17. ലോക ഹീമോഫീലിയ ദിനം എന്ന്? ഉത്തരം എ. ഏപ്രിൽ 17. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറുടെയും മെമ്പർമാരുടെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? എ. ഉപരാഷ്ട്രപതി, ബി. ഗവർണർ, സി. പ്രധാനമന്ത്രി, ഡി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഉത്തരം സി. പ്രധാനമന്ത്രി. ഇന്ത്യയുടെ വിദേശനയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? എ. മഹാത്മാഗാന്ധി, ബി. ബി. ആർ. അംബേദ്കർ, സി. സർദാർ വല്ലഭായ് പട്ടേൽ, ഡി. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശനയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? ഉത്തരം ഡി. ജവഹർലാൽ നെഹ്റു. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ. ഇടുക്കി, ബി. വയനാട്, സി. പാലക്കാട്, ഡി. തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഡി. തിരുവനന്തപുരം. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? എ. ജസ്റ്റിസ് സിറിയക് ജോസഫ്, ബി. ജസ്റ്റിസ് കെ. കെ. ഉഷ, സി. ജസ്റ്റിസ് കെ. ജി. ബാലകൃഷ്ണൻ, ഡി. ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ഉത്തരം ഡി. ജസ്റ്റിസ് ഫാത്തിമ ബീവി. സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? എ. ദേശീയ വിവരാവകാശ കമ്മീഷൻ, ബി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ, സി. ദേശീയ വനിതാ കമ്മീഷൻ, ഡി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു?
ഉത്തരം ഡി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം. എ. 1914, ബി. 1921, സി. 1919, ഡി. 1917. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏത്? ഉത്തരം ഡി. 1917. സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? എ. അയ്യങ്കാളി, ബി. EMS നമ്പൂതിരിപ്പാട്, സി. പി. കൃഷ്ണപിള്ള, ഡി. AK ഗോപാലൻ. സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം എ. അയ്യങ്കാളി. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ. കൊല്ലം, ബി. പത്തനംതിട്ട, സി. ഇടുക്കി, ഡി. പാലക്കാട്. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ബി. പത്തനംതിട്ട. കേരളത്തിലെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? എ. ചെമ്മണ്ണ്, ബി. എക്കൽ മണ്ണ്, സി. കറുത്ത മണ്ണ്, ഡി. ഇവയൊന്നുമല്ല. കേരളത്തിലെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? ഉത്തരം ബി. എക്കൽ മണ്ണ്. കേരളത്തിൻ്റെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? എ. വാഗമൺ, ബി. കോഴിക്കോട്, സി. വയനാട്, ഡി. മൂന്നാർ. കേരളത്തിൻ്റെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം സി. വയനാട്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? എ. ബോംബെ, ബി. ലാഹോർ, സി. ഡൽഹി, ഡി. കൽക്കട്ട. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഡി. കൽക്കട്ട. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? എ. ഗായത്രി പുഴ, ബി. ചാലക്കുടി പുഴ, സി. തൂത്തുപുഴ, ഡി. കുന്തിപ്പുഴ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ഉത്തരം സി. തൂത്തുപുഴ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? എ. അനുച്ഛേദം 24, ബി. അനുച്ഛേദം 19, സി. അനുച്ഛേദം 51, ഡി. അനുച്ഛേദം 36. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം ബി. അനുച്ഛേദം 19. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? എ. ജവഹർലാൽ നെഹ്റു, ബി. ഗോപാലകൃഷ്ണ ഗോഖലെ, സി. സുഭാഷ് ചന്ദ്രബോസ്, ഡി. സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ഉത്തരം എ. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്? എ. എക്കൽ മണ്ണ്, ബി. ചെങ്കൽ മണ്ണ്, സി. ചെമ്മണ്ണ്, ഡി. പർവ്വത മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്? ഉത്തരം എ. എക്കൽ മണ്ണ്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആര്? എ. ഇ. കെ. നാരായണൻ, ബി. കൃഷ്ണനായർ, സി. AK ഗോപാലൻ, ഡി. S. ഗോപാലൻ.
ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം സി. എ. കെ. ഗോപാലൻ.